അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുക. പക്ഷേ ഞാൻ പറയേണ്ട ചില കാര്യങ്ങൾ സ്വാഗതം അരുളുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള സിവി സാറിന് വലിയൊരു ചിന്തയുടെ പുറത്താണ് ഓരോ കലയും ഉണ്ടാകുന്നത്. നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പോകുന്നതാണ് ഒരു കല രൂപപ്പെടുന്നത്. എപ്പോഴും തന്നോടൊപ്പം നടത്തുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകുകയും ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം സൺഡേ തിയേറ്ററിന്റെ ഡയറക്ടറായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. അതുകൂടാതെ മറ്റ് സിനിമാ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പ്രിയ സുഹൃത്തിനെയും സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ നമുക്ക് വളരെ നന്നായി ഓരോ പരിപാടികളും നടത്താൻ നമുക്ക് പറ്റിയിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശത്തിലെ ജനങ്ങളും അതിനോടനുബന്ധിച്ചിട്ട് ഇതിനെ സഹായിക്കുന്ന ആൾക്കാരും എല്ലാവരും സഹായിക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഈ സ്ഥാപനത്തെ അതുപോലെ തന്നെ ഈ കലാപരിപാടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും നമുക്ക് ഈ രീതിയിൽ എത്താൻ സാധിച്ചതിൽ ഒരു പരിധിവരെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ ഈ പരിപാടി നമ്മളെ സിനിമാ നടനും അതുപോലെ തന്നെ പോലീസ് ഏതായാലും നമ്മൾ ഫസ്റ്റ് മുതൽ പോലീസ് ഇല്ലതാണ് ASP ബാലകൃഷ്ണന്റെ അച്ഛൻ്റെ ട്രസ്റ്റാണ് നമ്മൾ ഇത് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് വളരെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഈ ജനങ്ങളെ ഇവിടുത്തെ പ്രദേശത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലത്തെ എല്ലാ ജനങ്ങളെയും സഹായങ്ങൾ വേണം. കാരണം മഹാനായ ഒരു കലാകാരന്റെ നാട്ടുരത്നം കണ്ണൻ പാട്ടാടി അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ട്രസ്റ്റിന്റെ വിവിധ പരിപാടികളിൽ സംബന്ധിക്കാൻ എന്നെ വിളിച്ചത് എനിക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ, എന്തൊക്കെയോ അല്ല, മറ്റ് സിനിമ സംബന്ധമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയും ഇപ്പൊ നാളെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. നാളെ 5 പ്രോഗ്രാമുണ്ട്. അതിന്റെ അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ ഒക്കെ തയ്യാറാക്കേണ്ടത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എന്നതിന് നമ്മുടെയൊക്കെ ചുമതലയാണ്. അപ്പൊ ആ ചുമതലയിൽ പെട്ട് ഞാനിത് വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാം. ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ സാറായതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൂടി വന്നില്ലെങ്കിൽ ഇനി അദ്ദേഹത്തെ വിളിക്കില്ല. എനിക്ക് നല്ലൊരു ചാൻസ് നിങ്ങളെല്ലാം കാണാനും ഈ ട്രസ്റ്റിന്റെ ഭാഗമാകാനും സാധിക്കുക എന്നത് പിന്നെ ഒരു സ്വപ്നമായി മാറും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഒരു നഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് സാംസ്കാരിക സമ്പന്നരായ ഒരുപാട് നല്ല ചിന്തകളുടെ ആളുടെ ഒരു കൂട്ടായ്മയോടൊപ്പം ചേരുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഡോപ്പമിൻ ഒരുപാട് ഉണ്ടാക്കും. നമുക്ക് നല്ല സന്തോഷം പ്രദാനം ചെയ്യും. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തിരക്കുള്ള ജീവിതമാണ് പോലീസ് ജീവിതം പ്രത്യേകിച്ചും. ആ തിരക്കുള്ള ജീവിതത്തിനിടയിലാണ് ബാലകൃഷ്ണ പോലെ ഒരാള് പ്രകൃതിയെ സ്നേഹിക്കാനും കലയെ സ്നേഹിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുകയും അതിനുള്ള എക്സ്ട്രാ സമയം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നല്ല നമ്മൾ ഒരിക്കലും ഈ പോലീസ് ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ പോലീസ് ജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നമ്മുടെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു എന്ന് കാണുമ്പോഴും അവരുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു സുഖമുണ്ട്, ആ സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ് നമ്മുടെ ഒരു ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഏതൊരു ജോലിയാണെങ്കിലും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ആയുസ്സും ആരോഗ്യവും സന്തോഷവും തരണമെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടാണ് നമ്മുടെ ആയുസ് വരുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിച്ചെന്ന് വരില്ല. കാരണം ഇഷ്ടപ്പെട്ട ജോലി എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടുന്ന ജോലിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞങ്ങൾ പോലീസിൽ വന്നത് വളരെ അവിചാരിതമായിട്ടാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ നല്ല വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലികളിൽ ഏർപ്പെടാനായിട്ട് നമ്മൾ എക്സ്ട്രാ സമയം കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എക്സ്ട്രാ സമയം കണ്ടെത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരുന്ന ഫോൺ പോലും നമ്മൾ ഏർമാറ്റം ചെയ്യാം. കട്ട് ചെയ്ത് പിന്നെ വിളിക്കാൻ മാറ്റിയത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ആ ജോലി ഏറ്റവും വൃത്തിയായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് ബാലകൃഷ്ണ സാറിനെ പോലുള്ള ആൾക്കാർ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ കൈവെക്കാനും അതിൽ ശോഭിക്കാനും സാധിക്കുന്നത്.
ನಾನು ಒಂದು ಅರ್ಥದಲ್ಲಿ ಈ ಭಾಷೆಯ ಅರಿವಿಲ್ಲದೆ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಕುರುಡನ ರೀತಿಯ ಒಂದು ವರ್ತನೆಯನ್ನು ನಾನಿಲ್ಲಿ ಪ್ರವರ್ತಿಸಬೇಕಾಗಿದೆ. ಜನಪದ ಜೀವನದಲ್ಲಿ ಒಂದು ಕಥೆ ಇದೆ, ಕುರುಡ ಆನೆಯನ್ನು ಮುಟ್ಟಿದಂತೆ ಅಂತ. ಕುರುಡ ಆನೆಯನ್ನು ಮುಟ್ತಾ ಒಂದು ಕಾಲನ್ನು ಮುಟ್ತಾ ಅದು ಹೀಗಿದೆ, ಸೊಂಡಿನನ್ನು ಮುಡ್ತಾ ಇದೆ ಹೀಗಿದೆ ಅಂತ ವರ್ಣಿಸ್ತಾನಂತೆ. ಬಹುಶಃ ಇದೊಂದು ಆನೆಯ ಸ್ವರೂಪದ ಭಾರತೀಯ ಸಾಂಸ್ಕೃತಿಕ ಬದುಕಿನ ನೆಲೆಯ ಒಂದು ಉತ್ಕೃಷ್ಟವಾದಂತಹ ಒಂದು ಚಿಂತನೆಯೊಂದಿಗೆ ಅನಾವರಣಗೊಂಡಂತ ಒಂದು ಸಮೂಹ ಅಂತ ನಾನು ಭಾವಿಸ್ತೇನೆ. ನಮ್ಮ ದೇಶ ಇಲ್ಲಿಯ ಬಹುಮಹಡಿ ಕಟ್ಟಡಗಳಿಗಾಗಲಿ ಅಥವಾ ದೊಡ್ಡ ದೊಡ್ಡದಾದಂತಹ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಗಳಿಗಾಗಲಿ ಅದು ಮಾನ್ಯವಾದುದಲ್ಲ, ಆ ನೆಲೆಯಿಂದ ಗುರುತಿಸಲ್ಪಟ್ಟದಲ್ಲ. ಇಲ್ಲಿ ಒಂದೊಂದು ತರವಾಡು, ಒಂದೊಂದು ಮನೆ, ಒಂದೊಂದು ಬದುಕಿನ ವೈಶಿಷ್ಟ್ಯತೆಗಳ ಅನಾವರಣವನ್ನು ಮಾಡುತ್ತದೆ. ವಿಶ್ವದಲ್ಲಿ ಎಲ್ಲ ಧರ್ಮೀಯರು ಇದ್ದಾರೆ, ಅದರಲ್ಲಿ ಪ್ರಶ್ನೆ ಇಲ್ಲ. ನಮ್ಮ ದೇಶದಲ್ಲೂ ಎಲ್ಲ ಧರ್ಮೀಯರು ಇದ್ದಾರೆ. ನಮ್ಮ ದೇಶದಲ್ಲೂ ಎಲ್ಲ ಧರ್ಮೀಯರು ಒಂದೊಂದು ರಾಜ್ಯದಲ್ಲಿ, ಒಂದೊಂದು ಪ್ರದೇಶದಲ್ಲಿ ಬೇರೆ ಬೇರೆ ನೆಲೆಗಳಲ್ಲಿ ತಮ್ಮ ಬದುಕನ್ನು ಕಟ್ಟಿಕೊಂಡಿದ್ದಾರೆ, ಅವರವರ ನಂಬಿಕೆಗೆ ಅನುಗುಣವಾಗಿ. ನಾವು ಜಾತಿವಾರ ವಿಂಗಡಣೆ ಮಾಡಿದ್ರು, ಧರ್ಮವಾರ ವಿಂಗಡಣೆ ಮಾಡಿದ್ರು, ಒಬ್ಬ ಕಾಶ್ಮೀರದಲ್ಲಿ ಬದುಕುತ್ತಿರುವ ಮುಸಲ್ಮಾನನಿಗೂ ಕೇರಳದಲ್ಲಿ ಬದುಕುತ್ತಿರುವ ಮುಸಲ್ಮಾನನ ಬದುಕಿನಲ್ಲೂ ಬದುಕಿನ ಮಾತೃ ಸಂಸ್ಕೃತಿಯ ಜೀವನದ ಪದ್ಧತಿಯಲ್ಲಿ ವ್ಯತ್ಯಾಸಗಳನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ಇದೇ ಪರಶುರಾಮ ಸೃಷ್ಟಿಯಲ್ಲಿಯೇ ನಾನು ಕೇವಲ ಒಂದು ಜನಾಂಗವನ್ನೇ ನಾನು ವಿಶಿಷ್ಟವಾಗಿ ಮಾತಾಡಿಕೊಂಡಿದ್ರೆ, ನಮ್ಮ ಕಡೆ ಒಡೆಯರ್ ಅಂತಿದ್ದಾರೆ, ಅವರು ಮಾತನಾಡುವಂಥ ಭಾಷೆ, ಅವರ ಬದುಕಿನ ರೀತಿ, ಅವರ ಮಾತನಾಡುವ ಭಾಷೆಯೇ ಬೇರೆ. ಆದರೆ ಇಲ್ಲಿ ನಾವೇನು ಸಾಹೇಬರು ಅಂತ ಕರಿತೇವೆ, ನಾವು ಸಾಹೇಬರು ಅಂತ, ಅವರ ಒಂದು ಬದುಕಿನ ರೀತಿ ಅದು ಬೇರೆ. ನಾನು ವೃತ್ತಿಯಲ್ಲಿ ಕಲಿಯುವಿಕೆಯಲ್ಲಿ ಇಂಜಿನಿಯರಿಂಗ್ ಪದವಿ ಇದೆ. ಅಂದರೆ ಒಟ್ಟಾಗಿ ಒಂದಾಗಿ ನಾವು ಭಾರತೀಯರು, ನಾವು ಸುಸಂಸ್ಕೃತವಾಗಿ ಬದುಕನ್ನು ಕಟ್ಟಿಕೊಂಡವರು. ಎಲ್ಲಾದರೂ ಇರು, ಎಂತಾದರೂ ಇರು, ಎಂದೆಂದಿಗೂ ನೀವು ಕನ್ನಡವಾಗಿರೋದ್ರ ಅದರ ಅರ್ಥ ಅಂದರೆ ಎಂದೆಂದಿಗೂ ನೀವು ಮಲಯಾಳಿಯಾಗಿ ಬಂದರೆ ಮಾತೃ ಸಂಸ್ಕೃತಿಯಿಂದ ನಿನ್ನ ಬದುಕನ್ನು ನೀನು ಅಮೆರಿಕದಲ್ಲ ಎಲ್ಲಿದ್ದರೂ ನೀನು ಅದನ್ನು ಕಟ್ಟಿಕೊಳ್ಳು ಎನ್ನುವಂಥ ಒಂದು ಸಂದೇಶ ಕವಿವಾಣಿಯ. ಆ ಕವಿವಾಣಿಯ ಒಂದು ನಿಜವಾದಂತಹ ಅನಾವರಣದ ಒಟ್ಟು ಚಿಂತನೆ ಈ ಪವಿತ್ರ ವೇದಿಕೆಯಲ್ಲಿ ಆಗಿದೆ. ಮತ್ತು ಸಂಸ್ಕೃತಿಗೆ ನಾವು ಗೌರವ ಕೊಡ್ತೇವೆ ಎಷ್ಟು ಅಂತ ಹೇಳಿದ್ರೆ, ಆ ಹಿರಿಯ ಪದ್ಮಭೂಷಣದ ಅವರ ಹೆಸರಿನಲ್ಲಿ ಇಲ್ಲಿಯ ಜನ ಈ ತೋಟದ ಮಧ್ಯದಲ್ಲಿ ಇಷ್ಟು ಚೆನ್ನದಾದಂಥ ಒಂದು, ಇಂಗ್ಲಿಷ್ ಭಾಷೆ ಹೇಳಿದ್ರೆ ಆಂಫಿ ಥಿಯೇಟರ್ ಅಂತ ಹೇಳ್ತಾರೆ, ಇದನ್ನು ಕಟ್ಟಿಕೊಂಡು ಅದನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದಾರಲ್ಲ ರಸಾನುಭವ, ಇದು ನಮಗೆಲ್ಲರಿಗೂ ಬಹಳ ಅನುಕರಣೀಯವಾದಂಥ ಚಿಂತನೆ ಅಂತ ಹೇಳ್ತಾ, ಇದರ ಎಲ್ಲ ಆಯೋಜಕ ಬಂಧುಗಳಿಗೆ ನಾನು ಶುಭಾಶಯಗಳನ್ನು ನುಡಿ ಹೇಳಿ, ಕಲಾವಿದರುಗಳಿಗೆ ಶುಭಾಶಯಗಳನ್ನು ಹೇಳ್ತಾ
ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഞാൻ കാണുകയാണ്. ഈ ചടങ്ങിൻ്റെ പ്രൗഢി അത്രയ്ക്ക് വലുതാണ്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയമായിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറഞ്ഞിടാൻ കഴിയില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണവും ദോഷവുമെല്ലാം അവരവർ തന്നെ ജീവിതത്തിൽ ഈ കലിയുഗത്തിൽ അനുഭവിച്ചു തരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പദപ്രയോഗത്തിൻ്റെ അർത്ഥം. അതുപോലുള്ള ഒരു സംഗ്രഹമായി തന്നെ ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ്. ഈ ആദരവിന് ഏറ്റവും വിലപ്പെട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഇന്ത്യയിലും വിദേശത്തും വെച്ചും ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പുരസ്കാര വേദിയാണ് എനിക്കിന്ന് അനുഭവപ്പെട്ടത്. ഇരുന്നു കൊണ്ട് തലയിൽ തലപ്പാവ് വെച്ചുകൊണ്ട് ഒരു പുരസ്കാരവും ഞാനിത് ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ വാങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇനിയും കിട്ടുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മഹാനായ കഥകളി ആചാര്യന്റെ പേരിലുള്ള ട്രസ്റ്റിന്റെ ഈ ഉപഹാരം ഞാൻ എക്കാലവും എൻ്റെ ജീവിതാന്ത്യം വരെ അത് നിലനിൽക്കുമെങ്കിൽ ഞാനത് പൊന്നുപോലെ സൂക്ഷിക്കും എന്ന് മാത്രം പറയുന്നു. ഇത് ഈ ചടങ്ങ് ഒരിക്കലും മറക്കില്ല. പകരം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ വായനയിലും നിരീക്ഷണത്തിലും പഠനത്തിലും കഥകളി ആചാരൻ ചുവപ്പ് വേഷത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ താടി വേഷക്കാരനായിരുന്നു എന്നറിയുന്ന ഈ ചടങ്ങിൽ വെച്ച് ഞാൻ എന്താണ് ഒരു സ്ഥാനീയന് ആയ അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണ കൊടുക്കേണ്ടത്? എൻ്റെ ഇന്ത്യക്ക് തന്നെ മാതൃകയായ സൺഡേ തിയേറ്ററിന്റെ ഈ 10-25 വർഷമായിട്ട് അത് എല്ലാ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്ന തിയേറ്ററാണ്. ഇന്ത്യയിലും വിദേശത്തും ധാരാളം ഫെസ്റ്റിവൽ നാടകത്തിൽ പങ്കെടുക്കുന്നു. ആ കുട്ടികളെ കൊണ്ട് ഈ വേദിയിൽ വെച്ച് ഞാനൊരു നാടകം ഫ്രീ ആയി സൗജന്യമായി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുരുദക്ഷിണ സമർപ്പിക്കുന്നു. ആ തിയേറ്ററിൽ വന്ന് പഠിച്ച ദിലീപ് ചിലങ്ക ഇവിടെയുണ്ട്. എത്ര 20 വർഷം മുമ്പ് ഇവിടുന്ന് 2 ബസ് മാറിക്കയറിയിട്ടാണ് സൺഡേ തിയേറ്ററിൽ നിന്നവർ ശരീരം കൊണ്ട് രാഷ്ട്രീയം നിർമ്മിക്കുന്ന കഥ പറയുന്ന ഒരു കലാകാരനായി മാറിക്കഴിഞ്ഞു. എന്തായാലും ഇത് വലിയ ഒരു സമരമാണ് നിങ്ങൾ നടത്തുന്നത്. ഈ ട്രസ്റ്റും അതിൻ്റെ ആൾക്കാർ നടത്തുന്ന ഈ ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഇത് വീണ്ടും വീണ്ടും ഈ തലമുറക്ക് വേണ്ടി ഇത് കൊണ്ടു നടത്തണം. എന്തൊരു മനോഹരമാണ്, എന്തൊരു ശാന്തത നിറഞ്ഞ സ്ഥലമാണ്, ഇതൊരു ഭക്തി നിർഭരമായ ഒരു പ്രദേശമാണ്. എക്കാലത്തും ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. അതാണ് ശോഭാന ഹാഡി ആണ് അദ്ദേഹത്തിന്റെ ഫോം. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുവാനും അതിന് എന്നും ഊർജ്ജമായി നിൽക്കുന്ന ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ഇത്തരം ഓരോ പരിപാടികൾക്കും പ്രോത്സാഹനമായി നൽകുന്നത്. ഭാവിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സജീവമായ ഈ സ്നേഹവും ഈ പ്രവർത്തനവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ജിബി തോമസ് സാറിന് ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മറ്റ് ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.